ഈ ലോക ചരിത്രത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമോ രാഷ്ട്ര സംവിധാനമോ 1948 മുമ്പ് ഉണ്ടായിരുന്നില്ല. ഭൂതകാലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമ്മൾക്ക് ഭൂതകാലത്തിൽ പോയി അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. ഇന്നത്തെ നിലയിലുള്ള ഒരു സെറ്റിൽമെന്റിലൂടെ മാത്രമേ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ചരിത്രം നമ്മളിങ്ങനെ പുറകോട്ട് പോകും തോറും ഇത് മറ്റു പലരുടേതുമായി മാറും. നമുക്ക് ചരിത്രം കുഴിച്ച് ഒരിടത്ത് പോയിക്കൊണ്ടും നിർത്താനായിട്ട് പറ്റത്തില്ല. ഇപ്പോ പറയുന്ന ഇസ്രായേലുകാര് അവിടെ വരുന്നതിന് മുമ്പ് അത് പലസ്തീനികളുടേതായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പലസ്തീനികൾ എന്ന് പറയുന്നതിന്റെ അകത്ത് പോലും ഇതുണ്ട്. അതിൻ്റെ അകത്ത് യഹൂദന്മാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഡ്രൂസ് ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, അങ്ങനെ പല മതവിഭാഗങ്ങളും ഉണ്ട്. ഇനി അതിന് തൊട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രദേശം ബ്രിട്ടന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതിന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒട്ടോമന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അതിനു മുമ്പ് മാമലൂക്ക് രാജവംശത്തിൻ്റെതായിരുന്നു, അതിനു മുമ്പ് ഫാത്തിമയുടേതായിരുന്നു, അതിനു മുമ്പ് അബ്ബാസിഡിൻ്റെതായിരുന്നു. അങ്ങനെ പുറകോട്ട് പോയിരുന്ന സസാനിഡുകളുടേതും റോമന്റേതും പിന്നീട് വരുന്നത് യഹൂദരാഷ്ട്രമാണ്. ഇനി അതിന്റെയും പുറകോട്ട് പോയി കഴിഞ്ഞാൽ കാനാന്യരുടേതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോയി ഒരു ചരിത്രത്തിന്റെ ഒരു സ്ഥലത്ത് വെച്ച് മാത്രം നമുക്ക് നിർത്താനായിട്ട് പറ്റത്തില്ല. അതിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ചരിത്രത്തിൽ ഇവിടെ ഒരിടത്തും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല.